സങ്കീർത്തനം 69:13. ഞാനോ യഹോവേ പ്രസാദകാലത്തു നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ ദയയുടെ ബഹുത്വത്താൽ നിന്റെ രക്ഷാവിശ്വസ്തയാൽ തന്നെ എനിക്കുത്തരമരുളയണമേ. ദൈവത്തോട് ഏത് സമയത്തും പ്രാർത്ഥിക്കാൻ കഴിയുമെന്നതാണല്ലോ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ പരിമിതികൾ കൊണ്ട് ചില സമയങ്ങൾ വേർതിരിക്കുന്നു എന്നതല്ലാതെ എപ്പോൾ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. നാം ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ അപ്പോൾ തന്നെ പ്രാർത്ഥിച്ചേ തീരൂ. പ്രത്യേക ദിവസത്തിനായോ സമയത്തിനായോ കാത്തിരിക്കാനാവില്ല. അങ്ങനെ ഒരു സമയമുണ്ടെങ്കിൽ ചിലപ്പോഴപ്പോഴേക്കും തിരിച്ചു വരാനാകാത്ത സ്ഥിതിയിലായാലോ? എന്നാൽ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല താനും. ലാസർ രോഗിയായിരിക്കുമ്പോഴേ യേശുവിനെ അറിയിച്ചിട്ടും അവിടുന്ന് 3 ദിവസം കൂടെ അവിടെ തന്നെ താമസിച്ചു. അത് കഴിഞ്ഞു വന്നപ്പോൾ ലാസർ മരിച്ച് അടക്കം ചെയ്ത് 4 ദിവസമാവുകയും ചെയ്തു. എന്നിട്ടും അവിടുന്ന് ലാസറിനെ ഉയർപ്പിച്ചു. ഈ സങ്കീർത്തന വാക്യം പറയുന്നത് ദൈവത്തിന് ഒരു പ്രസാദകാലമുണ്ടെന്നും ആ കാലത്ത് പ്രാർത്ഥിച്ചു എന്നുമാണ്. ഇത് വ്യത്യസ്തമായ ഒരു സമയത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കണം. 2 കൊരിന്ത്യർ 6:2 പ്രസാദകാലത്ത് ഞാൻ നിനക്കുത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നെഴുതിയിരിക്കുന്നു. ദൈവം സകല ജനതയ്ക്കും രക്ഷ പ്രാപിക്കാൻ ഒരുക്കിയ ഒരു സമയത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. കൊരിന്ത്യ ലേഖനത്തിലെ വാക്യത്തിൽ തുടർന്ന് പറയുന്നത് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം എന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കാനുള്ള കാലത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇന്നേതൊരാൾക്കും സൗജന്യമായി ഈ രക്ഷ പ്രാപിക്കാൻ കഴിയും. സങ്കീർത്തനത്തിൽ പ്രസാദകാലത്ത് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് ഒന്നാമത് പ്രവചന ഭാഷയിലാണ്. വരാനിരിക്കുന്ന രക്ഷാദിവസത്തെ മുൻകൂട്ടി ദർശിച്ച് പാടുന്നു. 2, ആ കാലത്തും ദൈവം ചില വ്യക്തികളിൽ അവരുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും പ്രസാദിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാറുണ്ടായിരുന്നു. ദാവീദും അവ്വിധത്തിൽ ദൈവത്തിൻ്റെ പ്രസാദ സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ പ്രസാദകാലത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം എത്ര വലുതാണ്. ഗോഡ് ബ്ലസ് യു.